ലഹരിമരുന്ന് മാഫിയയുടെ വേരെറുക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി ജമ്മുകാശ്മീർ ഭരണകൂടം. അനന്ത്നാഗിലെ ബിജ് ബെഹ്റയിൽ കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരന്റെ കോടികൾ വിലമതിക്കുന്ന കെട്ടിടം അധികൃതർ ഇടിച്ചു നിരത്തി. താഴ്വരയിലുടനീളം നടക്കുന്ന കടുത്ത നടപടികളുടെ തുടർച്ചയാണ് ഇത്. അനന്ത്നാഗ് ജില്ലയിലെ ബിജ് ബെഹ്റ വാഗാമ സ്വദേശിയായ സാജിദ് റാത്തർ എന്ന കുപ്രസിദ്ധ ലഹരിക്കടത്തുകാരനാണ് ഭരണകൂടത്തിന്റെ പുതിയ ടാർഗറ്റ്. ഇയാൾ ലഹരിമരുന്ന് കടത്തിലൂടെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് സർക്കാർ ഭൂമിയിൽ നിർമ്മിച്ച 15 കടകളടങ്ങുന്ന വാണിജ്യ സമുച്ചയമാണ് പോലീസ് സാന്നിധ്യത്തിൽ തകർത്തത്. ഏകദേശം 1 കോടി രൂപ വിലമതിക്കുന്ന കെട്ടിടം തകർത്തതിലൂടെ ലഹരി മാഫിയയുടെ സാമ്പത്തിക സ്രോതസ് ഇല്ലാതാക്കുകയാണ് ലക്ഷ്യം. ബിജ് ബെഹ്റയിൽ മാത്രമല്ല, കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ദക്ഷിണ കാശ്മീരിലെ വിവിധയിടങ്ങളിൽ സമാനമായ നടപടികൾ തുടരുകയാണ്. ഏപ്രിൽ അവസാന വാരം സംഗമിലെ ദേശീയപാതയോരത്ത് പ്രവർത്തിച്ചിരുന്ന 3 പ്രശസ്തമായ റെസ്റ്റോറൻറ്റുകൾ ഭരണകൂടം തകർത്തിരുന്നു. കാശ്മീർ റെസ്റ്റോറൻറ്റ്, താജ് റെസ്റ്റോറൻറ്റ്, മീർ റെസ്റ്റോറൻറ്റ് എന്നിവ ലഹരിക്കടത്ത് കേസുകളിൽ പ്രതികളായവരുടെ ഉടമസ്ഥതയിലുള്ളതാണെന്നും സർക്കാർ ഭൂമിയിലാണ് നിർമ്മിച്ചതെന്നും കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു നടപടി. പുൽവാമയിലും ഷോപ്പിയാനിലും ലഹരി മാഫിയയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്ന നടപടികൾ വേഗത്തിലാക്കിയിട്ടുണ്ട്. മുക്താർ അഹമ്മദ് ഭട്ടിൻ്റെ 15 കോടിയിലധികം വിലമതിക്കുന്ന 4 പ്രധാന സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. ഇതിൽ ആഡംബര വീടും വലിയ ഷോപ്പിംഗ് കോംപ്ലക്സും ഉൾപ്പെടുന്നു. ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച 100 ദിവസത്തെ തീവ്രയജ്ഞത്തിന്റെ ഭാഗമായാണ് നടപടികൾ. ജനം, ഡൽഹി.